തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലും ഡീൽ ആരോപണം വിടാതെ പാർട്ടികൾ. BJP CPIM ഡീൽ എന്ന ആരോപണം ആവർത്തിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് BJP ഡീൽ മറച്ചുവെക്കാനാണ് BJP ഡീൽ ആരോപിക്കുന്നതെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. അഭിമന്യുവിനെ കൊന്ന SDP-യുടെ വോട്ട് വാങ്ങാൻ CPIM-ന് മടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കേരളത്തിൽ CPIM BJP ഡീലുണ്ടെന്നും ശബരിമല വിഷയത്തെപ്പറ്റി പ്രധാനമന്ത്രി ഒന്നും മിണ്ടാത്തത് അതുകൊണ്ടാണെന്നുമുള്ള ആരോപണം ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി. Everybody in Kerala can see that there is a relationship now between the BJP, RSS and the left front. Why does Narendra Modi not attack your chief minister? Gold is stolen from Lord Ayyappa's temple. Prime Minister comes to Kerala, does not say a word about it because he wants to help the Chief Minister and the LDF. കോൺഗ്രസ് BJP ഡീൽ മറച്ചുവെക്കാനാണ് CPIM BJP ഡീൽ ആരോപിക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. UDF കോൺഗ്രസും ലീഗും BJP-യുമായിട്ടുണ്ടാക്കിയ ഡീലാണ്. അപ്പൊ അതുപോലുള്ള ചില ഏർപ്പാടുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് മറച്ചുപിടിക്കാനാണ് CPM BJP ഡീൽ എന്നുള്ള ആക്ഷേപം ഇവരുന്നയിക്കുന്നത്. അഭിമന്യുവിനെ കൊന്ന SDP-യുടെ വോട്ട് വാങ്ങാൻ CPIM-ന് മടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇപ്പൊ അഭിമന്യുവിനെ SDP-ക്കാർ കൊന്നെന്നാണ് ദേശാഭിമാനി പത്രത്തിലും കൈരളിയിലൊക്കെ പറഞ്ഞത്, മനസ്സിലായില്ലേ? ആ SDP-യുടെ പിന്തുണ സ്വീകരിക്കുന്നതിന് മുമ്പ് ഇപ്പൊ SDP-യുടെ പിന്തുണയെക്കുറിച്ചും PDP-യുടെ പിന്തുണയെക്കുറിച്ചും RSS-ന്റെ പിന്തുണയെക്കുറിച്ചും മൗനമാണ് പറയാൻ, ഒന്നും പറയാനില്ല. തലശ്ശേരിയിൽ SDP വോട്ട് LDF-നല്ലെന്ന സ്ഥാനാർത്ഥി കാരായി രാജൻ. SDP ഇപ്പോൾ അവരെ സ്ഥാനാർത്ഥിയൊക്കെ നിർത്തി വർക്ക് ചെയ്യുകയാണല്ലോ, അപ്പോൾ അത് അവരെ സ്ഥാനാർത്ഥിക്ക് തന്നെ പോകുന്ന ഒരു രീതിയാണ് കാണാൻ സാധിക്കുക. SDP-യുമായി UDF-ന് യാതൊരു ബന്ധവുമില്ലെന്നും വോട്ട് ആവശ്യപ്പെടുന്നില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ന്യൂസ് ഡെസ്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.